വെൽക്കം ഡോക്ടർ എർത്ത്ക്വേക്ക്. നിങ്ങളുടെ കാർ ഇവിടെ റെഡിയാണ്. ഹലോ ഡോക്ടർ എർത്ത്ക്വേക്ക്, നിങ്ങളെ നോക്കി ഇരിക്കുവായിരുന്നു ഞങ്ങൾ എല്ലാവരും. എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ശബാഷ് രംഗ, വേദ സിറ്റിനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഡോക്ടർ എർത്ത്ക്വേക്കിന്റെ ഭൂകമ്പം മുഖേന ഈ വേദ നഗരം പേടിച്ചു വിറക്കണം. പക്ഷേ ബോസേ, വേദാ സിറ്റി ഇങ്ങനെ ചെയ്താ സാറിന് എന്ത് ഗുണം കിട്ടാനാ? ഒന്ന് പറഞ്ഞേ. എന്ത് ഗുണമെന്നോ? എനിക്ക് ഡബിൾ ഗുണമല്ലേ കിട്ടാൻ പോകുന്നത്. ഒരു നഗരത്തിനെ മുഴുവൻ ഭൂകമ്പം കൊണ്ട് വിറപ്പിക്കാനുള്ള പവർ ഇതിനകത്തുണ്ട്, അറിയാമോ? ഞാൻ വേറൊരു മെഷീനും കൂടി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ്. അതുകൊണ്ട് ഏത് രാജ്യത്തിനെയും ഭൂകമ്പം കൊണ്ട് നശിപ്പിക്കണം. പിന്നെ ലോകം മുഴുവനും എന്റെ കൈപ്പിടിയിലാവണം. ഓരോ രാജ്യത്തെയും ഭൂകമ്പം കൊണ്ട് പേടിപ്പിച്ച് ഞാൻ രാജാവാവും. ഞാൻ എന്താണോ വിചാരിക്കുന്നത് അത് ഞാൻ സാധിക്കും. അതിനനുകൂലമായ ഒരു നഗരമാണ് ഞാൻ ഇപ്പൊ അന്വേഷിക്കുന്നത്. അവിടെ കടലിന്റെ ഉപ്പുവെള്ളവും ഉണ്ടാവണം, നദിയുടെ മധുരമുള്ള വെള്ളവും ഉണ്ടാവണം, മലകളും ഉണ്ടാവണം, മൈതാനങ്ങളും ഉണ്ടാവണം. അങ്ങനത്തെ ഒരു നഗരമാണ് വേദ സിറ്റി. ഇന്ന് ഞാൻ ഈ നഗരത്തിൽ ഒരു ട്രയൽ ചെയ്ത് നോക്കാൻ പോവുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ. ഈ ട്രയൽ സക്സസ് ആയാലേ വേദ നഗരത്തിലെ ഭൂകമ്പം ഉണ്ടാക്കി ഇവിടെയുള്ള ജനങ്ങളെയൊക്കെ ഓടിക്കുമല്ലേ? അങ്ങനെ നമുക്ക് ഈ നഗരം കൈയടക്കി നിങ്ങളുടെ ഉദ്ദേശം പോലെ തന്നെ പുതിയൊരു മിഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ആ മിഷൻ മുഖേന പല രാജ്യങ്ങളിലും ഭൂകമ്പം ഉണ്ടാക്കി നശിപ്പിക്കാം. ഈ മെഷീന്റെ അകത്തുള്ള ജനറേറ്റർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ കുറെ അധികം പെട്രോളിന്റെ ആവശ്യം എനിക്കിപ്പോ ഉണ്ട്. നഗരത്തിൽ മുഴുവൻ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെട്രോൾ ടാങ്ക് നിറഞ്ഞ ഒരു ലോറി മോഷ്ടിച്ചു കൊണ്ടുവരണം. Now, let the show begin. രാവിലെ തന്നെ പാടാൻ തുടങ്ങിയാൽ എന്താ ചെയ്യാ? ആഹാരം ഉണ്ടാക്കണ്ടേ, രാവിലത്തെ ഭക്ഷണം കഴിക്കണ്ടേ? നിങ്ങളിപ്പോ പാടുന്നുമില്ലല്ലോ, പക്ഷെ ഇതെന്താ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്? എന്താ ഇത് ശിവ? മുത്തശ്ശ, എനിക്ക് തോന്നുന്നു ഭൂകമ്പം വന്നെന്ന്. വീട് മൊത്തം കുലുങ്ങാണല്ലോ. എന്ത് വലിയ ഭൂകമ്പമോ ഇത്, കണ്ടില്ലേ? ഫാൻ വരെ താഴെ വീണ്. ചിലപ്പോ ടിവിയിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ന്യൂസ് ഇട്ട് കാണും. നമുക്ക് നോക്കാം. ഇന്നിതാ വേദ നഗരത്തിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം. 6.5 റിക്ടർ സ്കെയിലിൽ ഭൂമികുലുക്കം ഉണ്ടായിരിക്കുന്നു. ഇത്രയ്ക്കും സ്ട്രോങ് ആയ ഒരു ഭൂകമ്പം ഇതുവരെ നമ്മുടെ നഗരത്തിൽ ഉണ്ടായിട്ടേയില്ല. യാദൃശ്ചികമായി ഡോക്ടർ എർത്ത്ക്വേക്ക് ഭൂകമ്പത്തിന്റെ പരീക്ഷണത്തിനായി ഈ നഗരത്തിൽ വന്നിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ചാനലിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പറയുന്നതായിരിക്കും ഭൂകമ്പം ഉണ്ടായതിന്റെ രഹസ്യം. ഇത് ക്ലൈമറ്റിന്റെ ചേഞ്ച് ആണോ അതോ വേറെ വല്ലതുമാണോ? സർ, ദയവ് ചെയ്ത് എന്താണെന്ന് പറയൂ. താങ്ക് യു. വേദ സിറ്റിയിൽ എർത്ത്ക്വേക്ക് വന്നതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് വോൾക്കാനോയുടെ മുഴുവൻ സാന്നിധ്യവും ഉണ്ടെന്ന് വേണം പറയുവാൻ. ചിലപ്പോ വോൾക്കാനോ പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നഗരത്തിൽ വലിയൊരു ദുരന്തം തന്നെ ഉണ്ടാവും. ആരും രക്ഷപ്പെടില്ല. ഈ നഗരത്തിലുള്ള ജനങ്ങൾ എല്ലാവരും നാടുവിട്ട് പോകുന്നതാണ് നല്ലത്. അതല്ലാതെ വേറെ വഴിയില്ല. എന്ത്? എല്ലാവരും നാടുവിട്ട് പോകണമെന്നോ? എത്രയും പെട്ടെന്ന് നഗരം ഒഴിഞ്ഞ് എല്ലാരും പോകണം. ഇനി 1-2 വർഷത്തേക്ക് ഇവിടെ താമസിക്കുന്നത് വളരെ അപകടമാണ്. കാരണം ഒരു തവണ വോൾക്കാനോ പൊട്ടി തുടങ്ങിയാൽ വർഷങ്ങളോളം ഭൂമികുലുക്കം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് സത്യമാണ്. കച്ചവടം നന്നായിരുന്നു.
പിന്നെ ഡോക്ടർ എർത്ത്ക്യൂക്ക്, ഒരു മിനിറ്റ്. ഇപ്പോൾ കിട്ടിയ ബ്രേക്കിംഗ് ന്യൂസ്. ഞാൻ വീണ്ടും പറയുകയാണ്, വളരെ അപകടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒഴിഞ്ഞു പോകൂ. താങ്ക് യു വെരി മച്ച്. ഞാനും എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പോകാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഭൂമികുലുക്കം എങ്ങനെയാണ് ഉണ്ടായതെന്ന്. അതുകൊണ്ട് രാത്രി 8 മണിക്ക് ഞങ്ങളുടെ ചാനൽ കാണാതിരിക്കരുത്. ഭൂകമ്പത്തിന്റെ രഹസ്യം അറിയുവാൻ തീർച്ചയായും കാണുക. രാത്രി 8 മണി വരെ TV ചാനൽ ഉണ്ടെങ്കിലല്ലേ ഈ പ്രോഗ്രാമൊക്കെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ഈ നഗരം മുഴുവൻ ചുറ്റി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. വരൂ. എന്റെ ടാങ്കർ ലോറി കൊണ്ടുപോകുന്നേ. ലഡു സിംഗ് സാറേ, വേദാ നഗരത്തിലുള്ള ബാങ്കിന്റെ അടുത്തുള്ള റോഡിലേക്ക് പെട്ടെന്ന് വാ. കുറച്ച് ആൾക്കാർ പെട്രോൾ നിറച്ച ടാങ്കർ ലോറി കൊണ്ടുപോയി. കുട്ടി, വഴിന്ന് മാറ്. എന്നെ കുട്ടി എന്ന് വിളിക്കരുത്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ശിവ, ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതല്ലേ, എന്തിനാ നീ എന്നെ ആളെ വെച്ച് തല്ലുന്നത്? ഇത് ശരിയല്ല കേട്ടോ. കണ്ടില്ലേ ശിവ, ഗുണ്ടകൾ എന്നെ കണ്ടതും എങ്ങനെ ഇവിടുന്ന് ഓടിപ്പോയതാന്ന്. ഇതുപോലെ ഗുണ്ടകളെ ഞാനൊന്ന് ഊതിപ്പോയ അവരിവിടുന്ന് പറന്ന് പോകും. എന്നാ ശിവ, ഞാൻ പോട്ടെ. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും നീ എന്നൊന്ന് വിളിച്ചാ മതി, ഞാനപ്പം ഓടി എത്തും. ഓക്കെ, ശരി, പോട്ടെ. ബൈ ബൈ. ഓക്കെ സർ, താങ്ക് യു ഫോർ ദ ഹെൽപ്പ്. ഞാനേ ഒരു സെൽഫി എടുക്കട്ടേട്ടാ. കണ്ടില്ലേ, ഈ സമയത്ത് അവൻ ഒരു സെൽഫി എടുക്കണം. എന്താ പറയാ? നിനക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ആദ്യമായിട്ട് വോൾക്കാനയുടെ അകത്ത് നിന്ന് വന്ന ഒരു കല്ലിന്റെ അടുത്ത് നിന്നല്ലേ ഞാൻ സെൽഫി എടുക്കാൻ പോകുന്നത്. അത് അതിശയല്ലേ? നീ എടുത്തോ, പക്ഷെ സൂക്ഷിക്കണം, പാറക്കല്ല് ചൂടായിരിക്കും. ഈ കല്ലൊക്കെ എനിക്ക് ഭയങ്കര നിസ്സാരം. കാരണം നാട്ടിലെ ഞാൻ കല്ലുകൾ പഴുത്തിരിക്കുമ്പോ കൈകൊണ്ട് എടുത്ത് കളിക്കാറുള്ളതാ. ശരി ശരി, വിട്, വാ നമുക്ക് പോവാം. ആ, വരുവാ വരുവാ. അത് കണ്ടോ, വോൾക്കാനോയിൽ നിന്ന് പുക വരുന്നത്? അല്ലെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്, പ്രകൃതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് ആദ്യം അനിമൽസിനായിരിക്കും കൂടുതൽ മനസ്സിലാകുക. പക്ഷെ ഇവിടെയുള്ള ആനിമൽസും ബേർഡ്സും ഒക്കെ വളരെ നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ചെയ്താലോ? ഫോണിലെ എർത്തക്യൂക്കിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോകൾ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. എന്ത് പറ്റി ശിവ? എന്താ കാര്യം? യെസ്, ഞാൻ ഉദ്ദേശിച്ച പോലെ എന്തോ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ലഡു സിംഗ് സാറിനെ കാണണം. ശിവ, കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. വേഗം വാ, അവിടെ പോയി സംസാരിക്കാം. നമുക്ക് പോകാം. എന്ത്? നീ എന്തായി പറഞ്ഞു വരുന്നേ ശിവ? വേദാ സിറ്റി മുഴുവനും ഭൂമികുലുക്കം കാരണം എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ നീ പറയുന്നത് അതെല്ലാം കള്ള ഭൂകമ്പമാണെന്ന്. വോൾക്കാനോ ബ്ലാസ്റ്റും ഭൂകമ്പവും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നോ? എന്തായി പറയണേ? ഇത് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം. ഈ വീഡിയോ നോക്കൂ. ഈ വീഡിയോയിലെ ഹെലികോപ്റ്റർ വോൾക്കാനോയുടെ അകത്ത് പോകുന്നത് കാണാൻ പറ്റും. ഐ ആം വെരി ഷുവർ ഈ വോൾക്കാനോയുടെ അകത്ത് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നീ ഇപ്പൊ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, വളരെ ശരിയാണ് ശിവ. രണ്ടാമത്തെ പ്രൂഫ്, ആദ്യം ഞാനും ഒരു പാറക്കല്ല് ടച്ച് ചെയ്തു. അത് ശരിക്കും തണുത്തിരുന്നു. വോൾക്കാനോയിൽ നിന്നും വന്ന കല്ലാണെങ്കിൽ അത് നല്ല ചൂടുണ്ടാവും. വന്നേ, നമുക്ക് ഇപ്പൊ തന്നെ ചെന്ന് നോക്കാം. ഇപ്പൊ തന്നെ ഈ ലഡു സിംഗിന്റെ അവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾ നമ്മൾ എത്ര വേഗം കണ്ടുപിടിച്ചേ പറ്റൂ. വന്നേ, പോവാം.